ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നും പറഞ്ഞതുപോലെ ഇന്ന് പനംകുട്ടി പള്ളിപ്പെരുന്നാളാണ്. ആബിക്കുട്ടൻ്റെ ചെണ്ടം റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ ചാനൽ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴി കാണിച്ചു തരാം. തുണിയെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതെ, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചത്. ആരല്ലേ ചേച്ചിക്ക് മേടിച്ചതരല്ലേ? അറിയാൻ കല്ല് പൈസ ഇല്ല. പോക്കറ്റ് ചോദിച്ച അമ്മ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല കേട്ടാ. ഇവരൊക്കെ എങ്ങോട്ടെന്ന് പറഞ്ഞാൽ അതാണ് തോന്നുന്നു മെമ്പർ. നിന്നെ കിട്ടിയില്ലാടി. ഫാദർ വ്ളോഗ് എടുക്കുവാന്ന് തോന്നുന്നു. മാറിയേക്ക കള്ള നമ്മളോട് ആദ്യം പറഞ്ഞത് 7:30 ആകുമ്പത്തേനും കറക്റ്റ് പിള്ളേരെയും കൊണ്ട് അവിടെ ചെല്ലണമെന്നായിരുന്നു. അതുകൊണ്ട് 7:15 ആകുമ്പത്തേനും നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 8 മണിയൊക്കെ ആകുമ്പത്തേനെ പ്രദക്ഷിണം പള്ളിയിലേക്ക് എത്തത്തുള്ളൂ. അത് കഴിയുമ്പോൾ 8:15 ആകുമ്പത്തേനും എത്തിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കയറിയതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് പോയിട്ടോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പള്ളിപ്പെരുന്നാൾ കൂടണം എന്നോർത്തുകൊണ്ട് അങ്ങനെ റെഡി ആയിട്ട് പോയതുമല്ല. ഞാൻ ആദ്യമായിട്ട് പനംകുട്ടി പള്ളിപ്പെരുന്നാളിന് പോകുന്നത്. അതും ഇവന്മാർ ചെണ്ടയുള്ളത് കൊണ്ടാണ് പോയത്. അധികം നമ്മളങ്ങനെ പോകാറില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം ഇറങ്ങുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളവിടെ ചെന്നപ്പോഴത്തേനും പ്രദക്ഷിണമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ കാര്യമായ പ്രോഗ്രാമുകളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈറ്റ് ഷോ, ചെണ്ടമേളം, പിന്നെ നാസിക് ഡോള്, പിന്നെ വെടിക്കെട്ട് ലാസ്റ്റ്. ഈ നാസിക് ഡോളും ചെണ്ടമേളവും തമ്മിലുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് നമുക്കതെല്ലാം കൂടി അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ നാസിക് ഡോളിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും കറക്റ്റ് ഇവരുടെ ഒരു അതിർവരം പോലെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തെ തലവേദന എടുത്ത് പണ്ടാറാണെങ്കിൽ ചെവിയൊന്നും കേൾക്കത്തോടെ ഇല്ലായിരുന്നു. ഇപ്പോഴും എന്താ ആ ഒരു തലവേദനയുടെ ഹാങ് ഓവറിലാണ് ഞാൻ. പിന്നെ ഈ വീഡിയോയിൽ അധികം അപ്പുക്കുട്ടനെ കാണാൻ കിട്ടത്തില്ല. കാരണം അപ്പുക്കുട്ടൻ ഇവിടെ നിന്ന് ചെന്നപ്പോൾ തൊട്ട് ഫുൾ പനംകുട്ടി ആയതുകൊണ്ട് ഇവന്മാരുടെ കൂട്ടുകാരായിരുന്നു. അങ്ങ് പോയിട്ട് പിന്നെ എവിടെ തിരിച്ച്
കണ്ടുപിടിക്കാൻ പെട്ട പാട് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ പള്ളിമിറ്റം ആയതുകൊണ്ട് വേറെ എങ്ങും പോകത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ലൊരു റിലാക്സ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെയൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരില്ലെങ്കിലും ചേട്ടായിനെയും ഇവന്മാരെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാണേലും ലൈറ്റ് ഷോയും ചെണ്ടമേളവും പരിപാടിയെല്ലാം അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് മറ്റേ കമ്മൽ കടക്കാരുടെ അടുത്തായിരുന്നു കേട്ടോ. എന്നാണേലും കൊള്ളാം.
അങ്ങനെ വെടിക്കിട്ടുമ്പോഴേക്കും മൊത്തം കഴിഞ്ഞു. അതെ, എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞങ്ങളും കുറച്ച് ആൾക്കാരും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ. നമ്മുടെ സ്കൂൾ മുറ്റത്തുനിന്ന് കാണുന്ന പള്ളിയുടെ വ്യൂ ആണേ. ഇതാണ് നമ്മുടെ സ്കൂള്. പക്ഷെ വെട്ടമൊന്നുമില്ല, അവിടെ ചെണ്ടക്കാർ മാത്രമേ ഉള്ളൂ. ഓക്കേ, ബൈ.